ജാസ്മിനുമായിട്ടുള്ള ഒരു ബന്ധം തുടക്കത്തിൽ അതൊരു സ്ട്രാറ്റജി ആയിട്ടാണ് പലരും കണ്ടത്. എന്നാൽ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ആ ഒരു കരച്ചിലും സംസാരവും ഒക്കെ കാണുമ്പോൾ കളി കാര്യമായോ എന്നൊരു തോന്നലാണ്. എന്നാൽ ഗബ്രിയോട് ജാസ്മിനെ വിവാഹം കഴിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ വ്യക്തമായ ഒരു മറുപടി ഗബ്രി നൽകിയിട്ടില്ല. ജാസ്മിൻ തന്നെ ഹൗസിനകത്ത് വെച്ച് പറഞ്ഞിരുന്നു ബിഗ് ബോസിന്റെ ആ ഒരു ഓഡിഷൻ സമയത്ത് ഗബ്രിയെ കണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവർ പ്ലാൻ ചെയ്യാനായിട്ടുള്ള സാധ്യത തന്നെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വന്നതിന്റെ 2-ാം ദിവസമൊക്കെ ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തൊക്കെയായാലും ഒരുപാട് വിമർശനങ്ങൾ അത് ഹൗസിനകത്തായാലും പുറത്തായാലും ജാസ്മിന് നേരെ വരുന്നുണ്ട്. എന്നാൽ ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. കാരണം നോക്കാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് ജാസ്മിനെ ഒഴിച്ചു നിർത്തിയാൽ ഹൗസിൽ പലരും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് പലപ്പോഴും സംസാരിക്കുന്നത്. കണ്ടസ്റ്റൻസിന് ഇടയിലുള്ള ഇത്തരം വെറുപ്പ് അവരുടെ ഗെയിമിനെ പോലും നെഗറ്റീവ് ആയിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പല ടാസ്കുകളും അവസാനിക്കുന്നത് വലിയ വലിയ വഴക്കുകളിലാണ്. ഇതിനകം ഒരു ടാസ്കിൽ ജാസ്മിൻ നോറയോട് പബ്ലിക് ആയിട്ട് മാപ്പ് പറഞ്ഞെങ്കിൽ പോലും നോറ പല സ്ഥലങ്ങളിലും പോയി പറയുന്നുണ്ട് തനിക്ക് ജാസ്മിനോട് വെറുപ്പാണെന്ന്. എന്തായാലും ജാസ്മിൻ്റെത് ഒരു ഡ്രാമയാണോ അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണോ അവരുടെ ഉള്ളിലെന്നറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി വെയിറ്റ് ചെയ്താൽ മതിയാവും. എന്തായാലും എത്ര തന്നെ നെഗറ്റീവ് ആണെങ്കിൽ പോലും ആ ഒരു ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് ബിഗ് ബോസിനകത്ത് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. നെഗറ്റീവ് ആണെങ്കിൽ പോലും പലരും ആ ഒരു ഇത് കാണാൻ വേണ്ടി തന്നെ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. അതേസമയം ഗബ്രി പുറത്ത് ഇന്റർവ്യൂകളിൽ തിരക്കിലാണ്. ഡെയിലി നിരവധി ഇന്റർവ്യൂകളാണ് ഗബ്രി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.